ഡെയിലി ന്യൂസ് അനാലിസിസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 19 തീയതി ജനുവരി 2024. പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കർണാടക ടു ആസ്ക് സെന്റർ ടു അലൗ റിസർവേഷൻ വിത്തിൻ SCs. ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസിന് ഇടയിലുള്ള ഇന്റേണൽ റിസർവേഷനെ പറ്റിയുള്ള ഒരു ന്യൂസ് ആണ് ഇതിൽ പരാമർശിക്കുന്നത്. കർണാടക ഗവൺമെന്റ് സെന്ററിനോട് ആവശ്യപ്പെടുകയാണ് ഇന്റേണൽ റിസർവേഷൻ നടത്തിക്കോട്ടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസിനുള്ളിൽ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ രണ്ടാമതൊരു ന്യൂസ് ഉണ്ട്, സബ് കാറ്റഗറൈസേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പാനൽ ടു ലുക്ക് ഇൻ ടു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ്. അതും ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസിന്റെ സബ് കാറ്റഗറൈസേഷനെ പറ്റിയുള്ള ഒരു ന്യൂസ് ആണ്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. Subcategorization of scheduled caste panel to look into even distribution of benefits. അതിന്റെ ഒരു സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. The union government has formed a 5-member committee to evaluate, work out a method for the equitable distribution of benefits, schemes and initiatives to the most backward communities amongst the over 1,200 scheduled castes across the country that have been crowded out by relatively forward and dominant ones. അതായത് ചില കമ്മ്യൂണിറ്റീസ്, ഇപ്പം നമുക്കറിയാം OBC-യിൽ നോൺ ക്രിമിലെയർ ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ചില ആളുകളെ നമ്മൾ ക്രീമിലെയറിൽ പെടുത്തി അവരെ റിസർവേഷനിൽ നിന്ന് പുറത്തേക്ക് ആക്കുന്നു. അതേപോലെ ഇതിനകത്തൊരു ഇന്റേണൽ റിസർവേഷൻ കൊണ്ടുവരുന്ന സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ തന്നെ എല്ലാവരും കൃത്യമായ ആളിലേക്ക് ആ ബെനിഫിറ്റ്സ് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ് എത്തുന്നില്ല എന്നാണ് പരാമർശിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. കൃത്യമായി അവരുടെ കയ്യിലേക്ക് എത്താത്തതാണ് റിസർവേഷന്റെ ഒരു കുഴപ്പമെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിനൊരു സൊല്യൂഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. ഇന്റേണൽ സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്ന കാര്യം. Further, this move comes just as a 7-judge constitution bench of Supreme Court is set to start hearing the question of whether subcategorization among scheduled castes and scheduled tribes is at all permissible. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കൂടി എന്റെ കാര്യമാണ് പറയുന്നത്. 7 മെമ്പർ ഒരു ബെഞ്ച് കൂടി എന്നിട്ട് ഡിസ്കസ് ചെയ്യാണ് അവര് എന്ത് ഹിയറിംഗ് ആയിരുന്നു, ഇത് ചെയ്യുന്നത് നല്ലതാണോ മോശമാണോ, സബ് കാറ്റഗറൈസേഷൻ ആവശ്യമാണോ, അത് പെർമിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച ഒരു ബെഞ്ച് കൂടി എന്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The committee will look at strategies like special initiatives focusing existing schemes towards them. ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത്, ദ മഡിക കമ്മ്യൂണിറ്റി, ഇത് തെലങ്കാനയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ദ മഡിക കമ്മ്യൂണിറ്റി ഹാസ് ബീൻ സ്ട്രഗ്ലിംഗ് സിൻസ് 1994 ഫോർ ദ സബ് കാറ്റഗറൈസേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. കമ്മ്യൂണിറ്റി നമുക്കറിയാം 1994 മുതൽ സബ് കാറ്റഗറൈസേഷന് വേണ്ടി പോരാടുകയാണെന്നാണ് പറയുന്നത്. ഒരു കമ്മീഷന്റെ ഫോം ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ട് ആ ഭാഗത്ത്. ജസ്റ്റിസ് പി രാമചന്ദ്ര രാജു കമ്മീഷൻ 1996 ഇത് പരിഗണിക്കാൻ വേണ്ടി ഫോം ചെയ്തു. അത് കഴിഞ്ഞ് ലേറ്റർ ഒരു നാഷണൽ കമ്മീഷൻ 2007 ഫോം ചെയ്തു. എങ്ങനെ നമുക്ക് ഇത് കൊണ്ടുവരാം, അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കമ്മീഷൻസ് ഫോം ചെയ്തത്. ഇൻ ദ ലാസ്റ്റ് 2 decades, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ്, ബീഹാർ, തമിഴ്നാട് have tried to bring in reservation laws at the state level. നമുക്കറിയാം ബീഹാറിലൊക്കെ നടക്കുന്നത് എന്താണെന്ന്, കാസ്റ്റ് സെൻസസിനെ പറ്റി നമ്മൾ കണ്ടിരുന്നു ന്യൂസുകളിൽ. തമിഴ്നാട്ടിൽ അറിയാം റിസർവേഷന്റെ പല പോളിസീസ് പല കമ്മ്യൂണിറ്റീസിനെ പറ്റി കാണാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് വൊക്കലിംഗ കാസ്റ്റിനെ പറ്റിയൊക്കെ. മഹാരാഷ്ട്രയിലുള്ള കാര്യങ്ങളെ പറ്റി നമുക്കറിയാവുന്നതാണ്. കർണാടകയിലുള്ള ലിംഗായത്ത് സമുദായത്തെ പറ്റി അറിയാവുന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസസിൽ ഡെയിലി കാണുന്നതാണ്. അപ്പം റിസർവേഷൻ ലോസ് സ്റ്റേറ്റ് കൊണ്ടുവരുന്നതിനെ പറ്റിയൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ് ലെവലിൽ സബ് കാറ്റഗറൈസേഷൻ ആവശ്യമുണ്ടോ, അതിന്റെ കാര്യമൊക്കെ നമുക്ക് മുന്നിലേക്ക് നമ്മൾ തരികയാണ്. ഇങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും, അതിന്റെ പ്രോസും കോൺസും നമ്മൾ അനലൈസ് ചെയ്യണം. വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, കൃത്യമായ ഒരു ഡിസ്റ്റിങ്ഷൻ, കൃത്യമായ റിസർവേഷന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അവരിലേക്ക് എത്താൻ സാധിക്കും. ഇതിന്റെ കോൺസ് ആയിട്ട് എന്താണ് പറയുന്ന ആളുകൾ, കാസ്റ്റ് സിസ്റ്റം കൂടുതൽ റിജിഡ് ആവും, കൂടുതൽ സ്ട്രോങ് ആവും. ഇതൊക്കെ ഒരു അനാലിറ്റിക്കൽ പോയിന്റിൽ, ഇതിനാണ് നമ്മുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു അനാലിറ്റിക്കൽ പോയിന്റിൽ ഇത് മനസ്സിലാക്കണം. ജസ്റ്റ് ഫാക്ച്വൽ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലും പിന്നെ അതുപോലെ പല റിസോഴ്സിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ ഈ ന്യൂസിനെ നമ്മൾ വിലയിരുത്തണം ആൻഡ് ഡിസൈഡ് ഓൺ എ സെപ്പറേറ്റ് ക്വാണ്ടം ഓഫ് റിസർവേഷൻ ഫോർ ദീസ് സബ് കാറ്റഗറീസ് വിത്തിൻ ദ അംബ്രല്ല ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഹൗവർ ഓൾ പ്ലാൻസ് ആർ held up in court.
കോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്നതാണ്. പല സമയത്തും നമ്മൾ കാണുന്നതാണ്. ഓരോ കാസ്റ്റ് സർവേയുടെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ന്യൂസിൽ പരാമർശിക്കപ്പെടുന്നതാണ്. അക്കോർഡിംഗ് ടു ലീഗൽ എക്സ്പെർട്ട്, നത്തിങ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോഹിബിറ്റ്സ് ദ പാർലമെന്റ് ഫ്രം സബ് കാറ്റഗറൈസിംഗ് scheduled castes and scheduled tribes. But what the government would need to justify is this move would be 100% count of all castes, a caste census of each community and sub-community and their respective സോഷ്യോ എക്കണോമിക് ഡാറ്റ. ഇതെല്ലാം കവർ ചെയ്യുമോ, അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഗവൺമെന്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെങ്കിലും പാർലമെന്റിനെ പ്രോഹിബിറ്റ് ചെയ്യില്ല സബ് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ. എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് അനലൈസ് ചെയ്തിട്ട് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യണം ഈ മൂവിനെ. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഒരു കൺസെന്റോടുകൂടി കൺസെൻഷ്വൽ ആയിട്ട് നമുക്കിത് മുൻപോട്ട് കൺസെന്റോടുകൂടി നമുക്ക് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. എന്നിട്ടൊരു കോൺസെൻസസിൽ എത്താൻ സാധിക്കും. അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ട്, സ്മോളർ സിറ്റിസൺസ് എന്ന് പറഞ്ഞ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത SR സർവേയെ പറ്റി നമ്മൾ കൂടുതൽ അത് ബ്രീഫ് ചെയ്തില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു പ്രിലിംസ് ആംഗിളിലാണ് പറഞ്ഞത്. ഇത് ആരാണ് റിലീസ് ചെയ്യുന്നത്? ഇവിടെ തന്നെയുണ്ട്. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ പ്രഥം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട്, അതായത് SR റിപ്പോർട്ട്, ASER 2023 ബിയോണ്ട് ബേസിക്സ് എന്ന് പറയുന്ന റിപ്പോർട്ട് റിലീസ് ചെയ്തത്. ഇതിനകത്ത് എന്തായിരുന്നു പരാമർശിച്ചത്? Reveals that more than half struggled with basic mathematics. പകുതിയോളം സ്റ്റുഡൻസ് 14 മുതൽ 18 വരെ ഇവർ സർവേ ചെയ്ത റൂറൽ സ്റ്റുഡൻസിലായിരുന്നു ഇവർ സർവേ നടത്തിയത്. അതിനകത്ത് പകുതിയോളം സ്റ്റുഡൻസിന് ബേസിക് മാത്തമാറ്റിക്സ് ചെയ്യാൻ അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് ഇതെപ്പോഴാണ് മാസ്റ്റർ ചെയ്യേണ്ട? ക്ലാസ് 3 and 4 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ മാസ്റ്റർ ചെയ്യേണ്ട ഈ സ്കില്ല് 14 മുതൽ 18 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിലും സർവേ ചെയ്തിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുക ബേസിക് മാത്തമാറ്റിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ കാര്യമൊക്കെ നമുക്ക് എഡ്യൂക്കേഷന്റെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ എന്ന ഭാഗത്ത് GS2 നമുക്ക് കോട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി. കൂടാതെ ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഈ റിപ്പോർട്ട് ആരാണ് റിലീസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. SR റിപ്പോർട്ട് റിലീസ്ഡ് ബൈ പ്രഥം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. The household survey accessed the foundational reading and arithmetic abilities of 34,745 സ്റ്റുഡൻസ്. ഈ ഫിഗേഴ്സ് ഒന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട. നമ്മൾ ഇതിനകത്തെ മെയിൻ മേജർ ടേക്ക് അവേസ് നമുക്ക് എവിടെയെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇത് എവിടെയെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഈ ആർട്ടിക്കിൾ പോലും വായിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ആഡ് ചെയ്യാം. പ്രിലിംസിൽ ആഡ് ചെയ്യേണ്ട കാര്യം കിട്ടി. ഇനി മെയിൻസിലേക്ക് ഞാൻ പറഞ്ഞു ബേസിക് മാത്തമാറ്റിക്സ് ഒരു പകുതിയോളം സ്റ്റുഡൻസിന് ഈ സർവേ നടത്തിയപ്പോൾ 14 മുതൽ 18 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പറയും. ഇനി ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടേക്ക് അവേ, ഓൾസോ ഫോർ ക്ലാസ് 11 and higher, most students opt for humanities, while girls are less likely to be enrolled in the science stream. അതായത് 28.1%. നമ്മൾ ആ ശതമാനം ഓർത്തില്ലെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മനസ്സിൽ വെക്കുക. SR റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും കോട്ട് ചെയ്യുക കൃത്യമായിട്ട്. അപ്പോൾ ഒരു വാല്യൂ അഡീഷൻ പോയിന്റ് എഡ്യൂക്കേഷനുമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിപ്പോ എന്തുമായിട്ട് നമുക്ക് പറയാം, നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി സ്ട്രീം STEM ബ്രാഞ്ചിൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഈ സ്ട്രീമിൽ ഗേൾസിന്റെ പെർഫോമൻസ് സ്റ്റിൽ കുറവാണെന്നുള്ള കാര്യം നമുക്ക് കാണിക്കാം. ഗേൾസ് ആർ ലെസ് ലൈക്ലി ടു ബി എൻറോൾഡ് ഇൻ ദ സയൻസ് സ്ട്രീം കമ്പയർഡ് വിത്ത് ബോയ്സ് ആണെങ്കിൽ 36.3% സയൻസിലാണ് എൻറോൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ GS2 നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോഷ്യോളജി ടോപ്പിക്സിലും നമുക്കിത് വാല്യൂ അഡീഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. SR റിപ്പോർട്ടൊന്നും നമ്മൾ കൃത്യമായിട്ട് അതിനെ വാല്യൂ അഡീഷൻ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക ഇന്ന റിപ്പോർട്ടിലാണ് പറയുന്നത്. ക്ലോസ് ടു 90% ഓഫ് ദ യൂത്ത്, ഇത് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇട്ടെന്നു പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. GS3 അതൊരു സൈബർ സെക്യൂരിറ്റി ടോപ്പിക്ക് വരുന്നുണ്ട്. അതിലൊരു വാല്യൂ അഡീഷൻ ആക്കാം നമുക്കിത്. ക്ലോസ് ടു 90% ഓഫ് ദ യങ്സ്റ്റേഴ്സ് സർവേഡ് ഹാവ് എ സ്മാർട്ട് ഫോൺ ആൻഡ് നോ ഹൗ ടു യൂസ് ഇറ്റ്, ദോ മെനി ആർ അൺഅവെയർ ഓഫ് ഓൺലൈൻ സേഫ്റ്റി സെറ്റിംഗ്സ്. ഇത് സൈബർ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. 90% പേർക്കും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് അവരുടെ കയ്യിൽ. പക്ഷേ അതിനകത്ത് ഒത്തിരി കൂടുതൽ മെനി ഓഫ് ദം ആർ അൺഅവെയർ ഓഫ് ഓൺലൈൻ സേഫ്റ്റി സെറ്റിംഗ്സ്. ഇതും SR റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 3 ടേക്ക് അവേ ആണ് മെയിൻ ആയിട്ട്. നമ്മൾ ഇവിടെ ഒരു ടേക്ക് അവേ പറഞ്ഞു, ബേസിക് മാത്തമാറ്റിക്സ് സോൾവ് ചെയ്യാൻ പറ്റാത്തതിനെ പറ്റി പറഞ്ഞു. അടുത്ത എന്ത് പറഞ്ഞു, കൂടുതലും ഗേൾസ് ഈ സയൻസ് സ്ട്രീമിൽ എൻറോൾ ചെയ്യുന്നില്ല, ബോയ്സ് ആണ് സയൻസ് സ്ട്രീമിൽ എൻറോൾ ചെയ്യുന്നത്. ആ കാര്യം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഒരു ടേക്ക് അവേ എന്താ പറഞ്ഞത്, 90% ഓഫ് യങ്സ്റ്റേഴ്സ് സർവൈവ്ഡ്
surveyed have a smartphone and know how to use it, though many are unaware of online safety settings. ഇത് മൂന്നാമത്തെ എടുത്ത ടേക്ക് അവേ ആണ്. ഇനി ഇതൊരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെയൊക്കെ ഏത് ന്യൂസ് ആർട്ടിക്കിളിനെയും നമുക്കൊരു ഒരു GS ആൻസറുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. ഇതിന്റെ ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് വളരെ ഭംഗിയായിട്ട് അവർ ഫ്രെയിം ചെയ്തേക്കുന്നത്. ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 says the top priority is to achieve universal foundational literacy and numeracy in primary school by 2025. ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ഒരു ടോപ്പ് പ്രയോറിറ്റി ആയിരുന്നു. അച്ചീവ് യൂണിവേഴ്സൽ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ഇൻ പ്രൈമറി സ്കൂൾ ബൈ 2025. 2025 ആകുന്നതോടെ ഒരു യൂണിവേഴ്സൽ ഫൗണ്ടേഷണൽ ലിറ്ററസി അച്ചീവ് ചെയ്യുക ഇൻ പ്രൈമറി സ്കൂൾ. The report says all states have made a major push in ഫൗണ്ടേഷണൽ ലിറ്ററസി. ഇതൊരു ടേക്ക് അവേ ആണ് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഷനിൽ കൊടുക്കാൻ പറ്റുന്നത്. റിപ്പോർട്ട് പറയുന്ന പ്രകാരം സ്റ്റേറ്റ്സ് എല്ലാം ഒരു മേജർ പുഷ് കൊടുത്തിട്ടുണ്ട് ഈ ഫൗണ്ടേഷണൽ ലിറ്ററസി അച്ചീവ് ചെയ്യാണ്ട് പല പല സ്കീമിൽ. ഇതിലൊരു സ്കീം പറയുന്നുണ്ട് നിപുൺ ഭാരത് മിഷൻ എന്ന് പറഞ്ഞ്. അത് നമുക്ക് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്കീം കോട്ട് ചെയ്യാം. ഈ സ്കീമൊക്കെ എന്താ ചെയ്തേക്കുന്നത്, ഒരു ഫൗണ്ടേഷണൽ ലിറ്ററസി കൊടുക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്കീമൊക്കെ. ബട്ട് ദ നമ്പേഴ്സ് ഷോ ദാറ്റ് ഇൻ എ ഡൈവേഴ്സ് ആൻഡ് വാസ്റ്റ് കൺട്രി ലൈക്ക് ഇന്ത്യ there is a lot of catching up to do. ഇതൊരു കൺക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്, ഇത് മാത്രം പോരാ, ഇനിയും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ്. അടുത്തൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഷുഡ് AI മോഡൽസ് ബി അലൗഡ് ടു യൂസ് കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ ഫോർ ട്രെയിനിങ്. ഇതെന്തിനാ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് GS3 ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ് GS-നകത്ത്. അതിനകത്ത് എന്താ പറഞ്ഞാൽ അതിന്റെ ഒരു ടേക്ക് അവേ എടുക്കാം. ഷുഡ് AI മോഡൽസ് ആർ അലൗഡ് ടു യൂസ് ദ കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ ഫോർ ട്രെയിനിങ്. നമുക്കറിയാം ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്, നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. എല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഇപ്പം യൂസ് ചെയ്യുന്നതാണ് ചാറ്റ് GPT ഓരോ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി. ഇത് ആരാ ചെയ്തേക്കുന്നത്? ഓപ്പൺ AI ആണ് ഇത് ഓൺ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അവരാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് പറയാം. ഇപ്പൊ അതിന് ചാറ്റ് GPT ഈ ലാംഗ്വേജ് മോഡലിന് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെന്നും നമുക്കറിയാം. നമുക്ക് അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അതിന്റെ പെയ്ഡ് വേർഷൻസ് ഒക്കെ ഇറങ്ങുന്നുണ്ടെന്നും അറിയാം, ഓരോ അപ്ഗ്രേഡേഷൻ വരുമ്പോഴത്തേനും. അപ്പൊ അതിന് ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ഈ ആർട്ടിക്കിൾ എന്താ പറയുന്നത്, ഇവർ എടുക്കുന്ന ഈ മെറ്റീരിയൽസ് ഇവര് ഒരു AI മോഡലാണ്. പലയിടത്തുനിന്നും അവര് റിസോഴ്സസ് കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഇൻഫർമേഷൻ ബഞ്ച് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അവർ തരുന്നത്. അപ്പം ഇത് ഇവർ യൂസ് ചെയ്യുന്നതും കോപ്പിറൈറ്റഡ് മെറ്റീരിയൽസ് ആണ്. അപ്പം AI മോഡൽസ് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഈ ആർട്ടിക്കിളിൽ ഉന്നയിക്കുന്നത്, ഈ ഒരു ഒപ്പീനിയൻ ബേസിൽ. ഇൻ US ലോ ഫെയർ യൂസ്, അതിനകത്തൊരു ഫെയർ യൂസിനെ പറ്റിയാണ് പറയുന്നത്. ഇൻ US ലോ ഫെയർ യൂസ് in section 107 of the Copyright Act, essentially it's a 4-factor test. The first factor that goes into the fair use analysis is the purpose and character of the use. The second is the nature of the copyrighted work. Is it highly creative? The third is the amount used. The fourth is the effect of the use on the market value of the original. ഇതിലൊരു 4 ടെസ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട് ഫെയർ യൂസിനെ പറ്റി. കോപ്പിറൈറ്റ് ആക്ട് US-ന്റെ ലോ പ്രകാരമുള്ള ഒരു 4-factor ടെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇത് നമ്മൾ ഫെയർ യൂസ് അനാലിസിസ് ആണ് ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പർപ്പസ് ആൻഡ് ക്യാരക്ടർ, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതുപോലെ എന്ത് നേച്ചറാണ് കോപ്പിറൈറ്റഡ് വർക്കിന്റെ, എന്ത് നേച്ചറാണ്, ഇത് ഹൈലി ക്രിയേറ്റീവ് ആണ്, ഈ കോപ്പിറൈറ്റ് ചെയ്തേക്കുന്ന ഈ നമ്മൾ എടുത്ത വർക്ക് എന്ന് പറയുന്നത് ഇതിന് എന്ത് വില വരുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ മാർക്കറ്റ് വാല്യൂന്റെ യൂസിനെ പറ്റി പറയുന്നുണ്ട്, ഒറിജിനൽ മാർക്കറ്റ് വാല്യൂനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു 4 ക്രൈറ്റീരിയ വെച്ചിട്ട് 4-factor ടെസ്റ്റ് നമുക്ക് അങ്ങനെ വെച്ചിട്ട് കോപ്പിറൈറ്റ് ആക്ടിൽ തന്നെ പറയുന്ന ഒരു ടെസ്റ്റാണിത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും എന്നാ ഇവര് പറയുന്നത്. ഇത് ഫെയർ യൂസ് ആണോ നമ്മൾ ഈ എടുക്കുന്ന കാര്യം. One of the rights of a copyright holder is control over how their content is displayed. എങ്ങനെ ഇത് ഡിസ്പ്ലേ ചെയ്യണം ഈ കണ്ടന്റ്, അതൊരു കോപ്പിറൈറ്റ് ഹോൾഡറിന്റെ അവകാശമാണ്. Stripping the information on who the owner of a particular content is an additional claim.
ആരാണ് ഇതിന്റെ ഓണർ? ഇതെന്ന് പറയുന്ന ഒരു അഡീഷണൽ ക്ലെയിം ആണ്. ഇന്ത്യ ഡസൻ ഹാവ് എ ബ്രോഡ് എക്സെപ്ഷൻ ലൈക്ക് ദ US. ഹിയർ ദ കോർട്ട് വിൽ ഹാവ് ടു ടേക്ക് എ വെരി ലിബറൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ പർപ്പസസ് മെൻഷൻഡ് ഇഫ് ഇറ്റ് വാണ്ട്സ് ടു അക്കോമഡേറ്റ് ട്രെയിനിങ്. അപ്പം ഈ ട്രെയിനിങ് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കോർട്ട് ഒരു ലിബറൽ ഇന്റർപ്രിട്ടേഷൻ നടത്തണം ഓൺ ദ സ്പെസിഫിക് ഇഷ്യൂ ഓഫ് ട്രെയിനിങ് റിലേറ്റഡ് ഇൻഫ്രിഞ്ച്മെന്റ് ക്ലെയിംസ്. A strong argument in court could be that it is part of the broader research purpose. Ideally, what India should be doing if copyrighted materials are allowed for training purposes is to have a text and data mining exception inserted into the copyright statute. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു കോപ്പിറൈറ്റ് മെറ്റീരിയൽ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ, ഒരു ട്രെയിനിങ് പർപ്പസിന് യൂസ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആൻഡ് ഡാറ്റ മൈനിങ് എക്സെപ്ഷൻ ഈ കോപ്പിറൈറ്റ് സ്റ്റാറ്റ്യൂട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും. In the US, the Copyright Office has said that AI-generated material is not copyrightable. Copyright Office US ൽ എന്താ പറയുന്നത്? AI-generated material copyrightable അല്ല, which makes sense since the presidents talk about a human needing to be involved. Their talks and discussions നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. അടുത്തതായിട്ട് GM crops will make edible oil cheaper. ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തത് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് വിൽ മേക്ക് എഡിബിൾ ഓയിൽ ചീപ്പർ. എഡിബിൾ ഓയിൽ ചീപ്പർ ആയിട്ട് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വെദർ ടു ബി റിലീസ്ഡ്. ജിയാക്കിനെ പറ്റി അറിയാം, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. അവരാണ് ഇത് റിലീസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അതോറിറ്റി. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എന്തൊക്കെ വേഴ്സസ് എന്തൊക്കെയാണ്? അതായത് ഹെൽത്ത് കൺസേൺസ് ഉണ്ട്, ഇതൊരു പുതിയ കാര്യമാണ്, എൻവയോൺമെന്റിനെ എങ്ങനെ ബാധിക്കും ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത്. അതേസമയം GM ക്രോപ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. ലോ കോസ്റ്റിൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് പൾസസും കാര്യങ്ങളും ന്യൂട്രീഷണൽ അവൈലബിലിറ്റി, ന്യൂട്രീഷണൽ സപ്ലൈ നമുക്ക് ചെയ്യാൻ പറ്റും പൊതുജനങ്ങളിലേക്ക്. അപ്പം അങ്ങനെ ഒരു രണ്ട് കൺസേൺസ്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡിസ്കഷൻസ് നമ്മൾ കാണുന്നതാണ്. ഞാനിവിടെ GM ക്രോപ്സിനെ പറ്റി പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഈ ജിയാക്ക് എന്ന് പറയുന്ന കമ്മിറ്റിയെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ മേജർ ആയിട്ട് ടേക്ക് അവേ ഇല്ല, നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് GM ക്രോപ്സിന്റെ. അപ്പം നമുക്ക് ജിയാക്കിനെ പറ്റി ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നമ്മൾ ഇത്ര നാളും കണ്ട കാര്യങ്ങളൊക്കെയാണ്. ജിയാക്ക് എന്താണെന്ന് പ്രിലിംസിൽ ചോദിക്കുന്നതാണ്. അതുപോലെ ഇത് ബയോടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള GS3 വരുന്ന ഒരു ടോപ്പിക്കാണ്. അബൌട്ട് ജിയാക്ക്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇതെന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി ആണോ എന്നായിരിക്കും ചോദിക്കുന്നത് പ്രിലിംസിൽ. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി. ഇത് ഏത് ലോ ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇത് കുറച്ച് റൂൾസ് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിന്റെ അടി വരുന്ന റൂൾസ് പ്രകാരം? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 കീഴിൽ വരുന്ന കുറച്ച് റൂൾസ് പ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അണ്ടർ ദ റൂൾസ് ഫോർ manufacture, use or import or export and storage of hazardous microorganisms or genetically engineered organisms or cells, rules 1989, framed under the Environment Protection Act 1986. നമുക്ക് ഇത് പഠിച്ചു വെക്കണം. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിലുള്ള ഈ റൂൾസ് പ്രകാരമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജിയാക് ഫങ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നമുക്കറിയാവുന്നതാണ്, മൾട്ടിപ്പിൾ തവണ ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റിൽ ഞാൻ ഇത് പറഞ്ഞതെന്നു പറഞ്ഞാൽ നമുക്കിത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം ഓർത്തിട്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത്. ജിയാക് ഫങ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇത് അടുത്തൊരു ടേക്ക് അവേ ആണ് കിട്ടുന്നത്. ഇറ്റ് വാസ് ഏർലിയർ കോൾഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഇപ്പൊ എന്താണ്? 2010 മുതൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ appraisal of activities involving large-scale use of hazardous microorganisms and recombinants in research and industrial production from the environmental angle. അപ്പം ഇത് റിലീസ് ചെയ്യുന്നതിന്റെ മുന്നേ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ വിലയിരുത്തുക. ഹസാഡസ് മൈക്രോ ഓർഗാനിസത്തിന്റെയും റീകോമ്പിനൻസിന്റെയും ഒക്കെ പ്രോസ് ആൻഡ് കോൺസ് അനലൈസ് ചെയ്യുക. വെദർ ടു റിലീസ് ഓർ നോട്ട്, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? ഈ ജിയാക് ആണ്. The committee is also responsible for appraisal of proposals related to release of genetically engineered organisms and products into the environment, including experimental field trials. It keeps a check on the use, import and export of genetically modified organisms and crops. ഇപ്പം ഇവർ റിലീസ് ചെയ്യുന്ന കാര്യം മാത്രമല്ല തീരുമാനിക്കുന്നത്, ഇവർ ഇമ്പോർട്ടും ഇതിന്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ഇവർ എന്ത് ചെയ്യും? ഒരു സർവൈലൻസ് ഇവർ ചെക്ക് ചെയ്യും. ജിയാക് also has to
has the power to prohibit the manufacture and use of certain recombinants as they are hazardous for commercial use. അവർക്ക് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കൊമേഴ്ഷ്യൽ യൂസിന് ഹാനികരമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള പ്രൊഡക്ഷൻ അവരെന്ത് ചെയ്യും, അവർ അവിടെ സ്റ്റോപ്പ് ചെയ്യാനും അവർക്കുള്ള അധികാരമുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ കോമ്പോസിഷൻ ആണ്. ജിയാക്ക് എന്ന് പറയുന്നത് ഇത് അടുത്ത ഒരു പ്രിലിംസിലെ ഒരു ടേക്ക് അവേ ആണ്. ആരാണ് ഇത് ഷെയർ ചെയ്യുന്നത്? സ്പെഷ്യൽ സെക്രട്ടറി ഓർ അഡീഷണൽ സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും. കോ ചെയർ ചെയ്യുന്നത് ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി എന്നുള്ള. ഇപ്പൊ ഇതിനകത്ത് ഒരു 24 മെമ്പേഴ്സ് ഉണ്ട്. അവര് മാസം തോറും ഇവരൊരു റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തും. എന്തിനു വേണ്ടിയാണ്? ഇവരൊരു ആപ്ലിക്കേഷൻസ് ഒക്കെ റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാ മാസവും ഇവര് യോഗം ചേരും. പിന്നെ ഇതിനകത്ത് മെമ്പേഴ്സ് ICAR-ന്റെ, ICMR-ന്റെ, FCCMB, സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മൈക്രോബയോളജി അവിടെ നിന്നൊക്കെയുള്ള എക്സ്പേർട്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. ഇനി അടുത്തൊരു ന്യൂസ് ആയിരുന്നു ചൈന ഫിലിപ്പീൻസ് എഗ്രി ടു എയ്സ് ടെൻഷൻസ്. ഇത് ഞാൻ വേൾഡ് അഫയേഴ്സിനകത്ത് GS2-നകത്ത് വരും, വേൾഡ് അഫയേഴ്സിനകത്ത് വരും. പിന്നെ അതുപോലെ പിന്നെ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിലും വേൾഡ് ജോഗ്രഫിക്കകത്തൊക്കെ ഓരോ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ എടുത്തിട്ടാണ്. ഇപ്പം ചൈന ഫിലിപ്പൈൻസ് ഐലൻഡ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സിനെ പറ്റി നമുക്കറിയാം. സൗത്ത് ചൈന സീക്കകത്ത് നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്. ഇത് അതിന്റെ ഒരു ആഡ് ഓൺ മാത്രമാണ്. അവർ തമ്മിലുള്ള ടെൻഷൻസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈനയും ഫിലിപ്പൈൻസും തമ്മിൽ ഒരു കോപ്പറേഷനിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു ന്യൂസ് ആയിരുന്നു ഇവിടെ. നമുക്ക് ഇവിടെ ഒരു മാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കുന്ന ഇവിടെയാണ് സെക്കൻഡ് തോമസ് ഷോൾ എന്ന് പറയുന്നത്. അതായത് വൺ ഓഫ് ദ ഡിസ്പ്യൂട്ടഡ് ഐലൻഡ്സ് ആണ് ഫിലിപ്പൈൻസും അതുപോലെ ചൈനയും തമ്മിലുള്ള സൗത്ത് ചൈന സീ ഏരിയയിലെ. ഇവിടെ സ്കാർബറോ ഷോ ഉണ്ട്, ഇവിടെ സ്പാർട്ട്ലി ഐലൻഡ്സ് ഉണ്ട്. ഇതൊക്കെ ഫിലിപ്പൈൻസും ചൈനയും തമ്മിലുള്ള ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അത് കാണിക്കാൻ വേണ്ടി ഞാൻ മാപ്പിനകത്ത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പ്രിലിംസി ചോദിക്കാം. അതുപോലെ ദ സെക്കൻഡ് തോമസ് ഷോൾ, അതിനെ റെനായ് ജിയാവോ ചൈനയിൽ അങ്ങനെ വിളിക്കുന്നത്. അയോൺജിൻ ഷോൾ എന്നാണ് ഫിലിപ്പൈൻസ് വിളിക്കുന്നത്. ഇത് ആരുടെ കൺട്രോളിലാണ് ഇപ്പോൾ ഉള്ളത്? ഫിലിപ്പൈൻസിന്റെ ഒക്കുപേഷനിലാണ് ഉള്ളത്. നമുക്കറിയാവുന്ന കാര്യം, പല ന്യൂസിൽ നമ്മൾ കാണുന്നതാണ്. ഈസ് എ പാർട്ട് ഓഫ് സ്പാർട്ട്ലി ഐലൻഡ്സ് വിച്ച് ഈസ് ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ക്ലെയിംഡ് ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് ബൈ മൾട്ടിപ്പിൾ കൺട്രീസ് ഇൻക്ലൂഡിംഗ് ചൈന ആൻഡ് ഫിലിപ്പൈൻസ് ഇൻ ദ South China Sea. The sea itself is claimed by China under its 9 dash map line claim. അപ്പം ഇവർ ക്ലെയിം ചെയ്യുന്ന ചൈനയുടെ ആണെന്നാണ് ചൈന ക്ലെയിം ചെയ്യുന്നത്. സെക്കൻഡ് തോമസ് ഷോൾ ഈസ് ഒക്കുപൈഡ് ബൈ ഫിലിപ്പൈൻസ് വിച്ച് ഇന്റൻഷനലി ഗ്രൗണ്ടഡ് ദ ഫിലിപ്പൈൻ നേവി ഷിപ്പ്. നമുക്ക് ഇത്രയും കാര്യം ഇതിൽ നിന്ന് ടേക്ക് അവേ ആയിട്ട് എടുത്താൽ മതി. ചൈനയും ഫിലിപ്പൈൻസും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ സ്പാർട്ട്ലി ഐലൻഡ്സ്. അതായത് അതിന്റെ ഭാഗമായ സെക്കൻഡ് തോമസ് ഷോൾ എന്നൊക്കെ പറയുന്ന ഏരിയ. അപ്പം ഇത് വൺ വേർഡ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാനൊക്കെ നമുക്ക് പ്രിലിംസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്തതാണ്. സോ വേറെ അധികം നമ്മൾ പുതിയ ന്യൂസ് ഒന്നുമില്ല. നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ന്യൂസ് ഉള്ളൂ. അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കൊടുക്കുന്ന കാര്യമായ ന്യൂസ് ഒന്നുമില്ല. ഇന്ത്യ UK റിലേഷൻസിനെ പറ്റി IR GS2-നകത്ത് ചോദിക്കുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമൊക്കെ ഉള്ളൂ. ഇപ്പം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും അങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അതിനകത്ത് ടേക്ക് അവേസ് കൂടുതലായിട്ട് ഒരു അനലിറ്റിക്കൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. ഇപ്പം അനലിറ്റിക്കൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സർവേ റിപ്പോർട്ട് എഡ്യൂക്കേഷന്റെ അത് വീണ്ടും ഡിസ്കസ് ചെയ്ത് തന്നെ ഇപ്പം മൾട്ടിപ്പിൾ ഡേയ്സ് ആയിട്ട് അത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്രോഡ് ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയാണ് അത് ഡിസ്കസ് ചെയ്തത്. സോ ഹാപ്പി ലേണിംഗ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.